മഴ കനത്തതോടെ നെഞ്ചിൽ തീയാളുന്ന കുറച്ച് മനുഷ്യരുണ്ട്. കേരളത്തിന്റെ വടക്കേ അറ്റത്ത് കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം, തൃക്കണ്ണാട്, അജാനൂർ മേഖലകളിൽ കടൽക്ഷോഭം ശക്തമായതോടെ തീരങ്ങൾ കടലിലെടുത്തു. അവരുടെ ദുരിത കാഴ്ചകളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. കാസർഗോഡ് ജില്ലയിലെ തീരദേശ മേഖലയിൽ കടൽക്ഷോഭം ശക്തമാവുകയാണ്. മഞ്ചേശ്വരത്തെ കണ്ണുതീർത്ത പാർക്ക് കടൽക്ഷോഭത്താൽ പൂർണ്ണമായും ഒലിച്ചുപോയി. ഇവിടെ തീരദേശ ജനത ദുരിതത്തിലാണ്. ജില്ലയിൽ കടൽക്ഷോഭത്താൽ വലയുകയാണ് തീരദേശ ജനത. കർണാടകയോട് ചേർന്ന് കിടക്കുന്ന മഞ്ചേശ്വരം തീരത്ത് 1 കിലോമീറ്ററോളം കര കടലെടുത്തു. തീരദേശ അതിർത്തിയിൽ കർണാടക സർക്കാർ ബ്രേക്ക് വാട്ടർ ഭിത്തി സ്ഥാപിച്ചതാണ് മഞ്ചേശ്വരം മേഖലയിൽ കടൽക്ഷോഭം രൂക്ഷമാവാൻ കാരണം. അജാനൂർ, തൃക്കണ്ണാട്, മഞ്ചേശ്വരം മേഖലയിലെ തീരദേശ ജനത ദുരിതത്തിലാണ്. നാളികൊള്ളത്തിൽ ഇവിടെ കടൽ കുറയ്ക്കുന്നു. എല്ലാ പാർട്ടിക്കാരും വന്ന് നോക്കിയിട്ട് പോകുന്നല്ലാതെ ഒരു പണി കൂടുതലൊന്നും തടകോടെ ആക്കുന്നില്ല. അവിടെ എൻ്റെ പുറയുണ്ട്. പുറ പോണി എല്ലാ തെങ്ങ് പോയി, എല്ലാം പോയി. അതിനുള്ളിൽ ചെല്ലിട്ട് ഞങ്ങൾക്ക് ഒരു തട ഇത് കൂടെ ആക്കിയിട്ട് തരണം ചെല്ലിട്ട് ഗവൺമെൻറ്റിൽ ഞങ്ങൾ ചെല്ലുന്നു. മഞ്ചേശ്വരം കണ്ണുതീർത്ത പാർക്കിലാണ് കടൽക്ഷോഭം മൂലമുണ്ടായ പ്രശ്നങ്ങൾ കൂടുതൽ പ്രതിഫലിക്കുന്നത്. ബീച്ച് പൂർണ്ണമായും കടലെടുത്തു. 1.5 കോടിയോളം രൂപ ചെലവിൽ പാർക്ക് നിർമ്മിക്കുമ്പോൾ കടൽ ഭിത്തി വേണമെന്ന കാര്യം ഉദ്യോഗസ്ഥർക്കറിയില്ലേ എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. ഈ 1.25 കോടി രൂപ ചെലവാക്കുന്നതിന് മുമ്പ് ഇവിടെ സുശക്തമായ കടൽ ഭിത്തി നിർമ്മിച്ചിരുന്നെങ്കിൽ ഈ പാർക്ക് യാതൊരു കാരണവശാലും കടലെടുത്തുകൊണ്ട് പോവില്ലായിരുന്നു. മാത്രമല്ല റോഡ് മൊത്തം പോയി. ഇവിടെ 120-120 കുടുംബങ്ങളുണ്ട്. റോഡ് പോയി. ഇതിപ്പോൾ കർണാടകത്തിലെ അവരുടെ അതിർത്തിയിൽ അവർ ബ്രേക്ക് വാട്ടർ ചെയ്തിട്ടുണ്ട്. അതാണ് ഈ കടൽ ഇത്രയും രൂക്ഷമായി ഇങ്ങോട്ട് അടിച്ചു കയറാൻ കാര്യം. അവിടുന്ന് ഒരു പ്രിവെൻറ്റീവ് മെഷറാണ് അവർ നടത്തിയിരിക്കുന്നത്. അതുപോലെ അപ്പുറത്തും ഒരു ബ്രേക്ക് വാട്ടർ വന്നുകൊണ്ട് മുസോഡിക്ക് അപ്പുറത്തോട്ടും ഇതേപോലെ രൂക്ഷമായ കടലാക്രമണം നടക്കുകയാണ്. അപ്പോൾ ഒന്നുകിൽ ഈ ബ്രേക്ക് വാട്ടറിൻ്റെ ഭിത്തി വളച്ച് ഈ ഭാഗത്തോടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇവിടെ കടൽ കയറത്തില്ല, ഈ പാർക്ക് നിലനിർത്താമായിരുന്നു. യാതൊരു വിധമായ ദീർഘവീക്ഷണവുമില്ലാതാണ് ഈ 1.25 കോടി രൂപ കൊണ്ട് കടലിൽ കളഞ്ഞത്. കണ്ണുതീർത്ത മേഖലയിലെ തീരദേശ റോഡ് ഭാഗികമായി തകർന്നിട്ടുണ്ട്. 150ഓളം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ ആശ്രയിക്കുന്ന കുടിവെള്ള ടാങ്കും ഏത് നിമിഷവും നിലംപൊത്തുമെന്ന അവസ്ഥയിലാണ്. 4 വർഷമായി പ്രദേശത്തെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടും പരിഹാരമുണ്ടാകുന്നില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. ഇനി ഇവർ താമസിക്കുന്ന വീട് മാത്രമാണ് കടലെടുക്കാൻ ബാക്കി. 1.5 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പാർക്കാണ് പൂർണ്ണമായും കടലെടുത്തത്. പാർക്ക് നിർമ്മിക്കുന്നതിന് മുൻപ് കടൽ ഭിത്തി നിർമ്മിക്കണമായിരുന്നു. പക്ഷേ അധികൃതർ അത് ചെയ്തില്ല. ഖജനാവിനുണ്ടായ നഷ്ടം ആര് നികത്തും? അരുൺ പാറയ്ക്കൽ, 24 കാസർഗോഡ്. പൊതുജനം കഴുതയല്ല സാർ. കോടികളുടെ പാർക്ക് ഏതായാലും കടലെടുത്തു. ഇനി അത് കടന്ന് വഴിയും കടന്ന് അപ്പുറത്ത് വെള്ളവും വീടുമൊക്കെ നഷ്ടമാകുമെന്നാണ് ആ തീരത്തുള്ളവരുടെ ആശങ്ക. ഒരു 50 മീറ്ററോളം ഉള്ളിൽ കടൽ ഭിത്തി എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾക്കെല്ലാം നല്ല സുഖമായിട്ട്. കാരണം ഒരുപാട് ഫിഷറീസ് മേഖലയാണിത്, പാവങ്ങൾ ജീവിക്കുന്ന മേഖലകളാണ്. അപ്പം അതിന് തക്കതായ ഒരു പരിഹാരം കാണേണ്ട അത്യാവശ്യമാണ്. കാരണം ഇത്ര ജീവനും ജീവിതത്തിനും ഇവിടെ ഭീഷണിയാണ്. ഇനി 2 ആഴ്ച മഴ വന്നു കഴിഞ്ഞാൽ ഈ വീടെല്ലാം പിന്നെ ഇവിടെ റെയിൽവേ ട്രാക്കിൻ്റെ അടുത്തോളം എത്തും. അതുകൊണ്ട് കഴിയുന്നത്ര വേഗത്തിൽ ഇതിനൊരു പരിഹാരം കാണണം. 4 കൊല്ലം ആടെ കർണാടക ബ്രേക്ക് വാട്ടർ ചെയ്ത പിന്നെ നമ്മളെ കടൽ കൊരത്തുണ്ട് തന്നെ കടൽ കലിക്കുന്നത്. അപ്പോൾ ഈ 3 കൊല്ലത്തിൽ ഇവിടെ എന്തോ ആര് വന്നിട്ടും എന്തു സംഭവിച്ചില്ല. ആൾക്കാർ പറഞ്ഞ് നോക്കുന്നു പോകുന്നു. അപ്പോൾ ഇവിടെ എല്ലാം ഇപ്പോൾ വീട്ടുകാർക്കെല്ലാം ഭീഷണി. ഈ കടൽ റോഡ് പോയി. ഇപ്പോൾ അടുക്കടക്ക വീടുണ്ട്, 150-200ഓളം വീടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വെള്ളത്തിൻ്റെ ടാങ്കി ഉണ്ട്. ഇതെല്ലാം ഈ 150 വീടുകാർക്ക് ഇതിൽ നിന്ന് വെള്ളം പോകുന്നത്. ഇതിപ്പോൾ ഒരു കുറച്ചും ദിവസം ആകുമ്പോൾ ഈ വെള്ളനും പോകും. എല്ലാം ഫിഷർമാൻ, 250 വീട് ഫിഷർമാനാണ് ഇവിടെ. അപ്പോൾ ഈ വെള്ളനും പോയാൽ ഇവിടുത്തെ ആൾക്കാർ ജീവിക്കുന്ന വലിയ വങ്ങത്തിലാവും. അങ്ങനെ ഭയങ്കര കഷ്ടത്തിലുണ്ട്. അങ്ങനെ നമുക്ക് ഒരു 4 കൊല്ലം ഇവിടെ കർണാടകയിൽ ബ്രേക്ക് വാട്ടറിൽ ചെയ്യുന്ന പിന്നെ ഇവിടെ കടൽ 200-300 കിലോമീറ്റർ മുമ്പോട്ട് വന്നിട്ട് പല പ്രശ്നമാണ്. അങ്ങനെ ആകുമ്പോൾ ഗവൺമെൻറ് പെട്ടെന്ന് ഒരു നല്ലൊരു തീരുമാനം എടുത്തിട്ട് ഈ കണ്ണുതീർത്ത ബീച്ചിനും ഈ നമ്മുടെ നാട്ടുകാരും രക്ഷണമാക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു പ്രാർത്ഥിക്കുന്നു. പൊതുജനം കഴുതയല്ല സാർ.